പിന്നെ മറ്റൊന്ന്, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും നരകത്തിലും ചില ഫലങ്ങളൊക്കെ കിട്ടും ഷഫാഅത്ത് കൊണ്ട് എന്നും അദ്ദേഹം തന്നെ പറയുന്നു. അതിന് അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന അബൂലഹബിന്റെ സംഭവമാണ് ഒന്ന്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന അബൂ ത്വാലിബിന്റെ സംഭവമാണ്. അബൂ ത്വാലിബിനെ പറ്റി ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് ചോദിച്ചു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാ. നബിയെ, അബൂ ത്വാലിബ് തങ്ങൾക്ക് ധാരാളം സഹായങ്ങൾ ചെയ്ത ആളാണല്ലോ. തന്റെ മരണം വരെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നിട്ട് തങ്ങളെ സംരക്ഷിച്ചു പോകുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന അദ്ദേഹത്തിന് അങ്ങേക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ നരകക്കുണ്ടാരത്തിലായിരുന്നു എത്തിക്കേണ്ടത്. ഞാൻ കാരണം അതിൽ നിന്നിട്ട് പുറപ്പെടുവിക്കപ്പെടുകയും നരകത്തിന്റെ ഒരു കരക്കുള്ള പ്രദേശത്തെത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചെരുപ്പിന് സമാനം പാദത്തിനടിയിൽ മാത്രമേ നരകം സ്പർശിക്കുന്നുള്ളൂ, ശരീരത്തിൽ എവിടെയും ഇല്ല. എന്നാൽ തന്നെ അതുകൊണ്ട് തലച്ചോറ് ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും അതിന്റെ ചൂടിന്റെ ഗൗരവം കൊണ്ട്. ഇദ്ദേഹമാണ് നരകത്തിൽ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് എന്നും ഉണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് ലഭിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് പരലോകത്ത് നരകത്തിൽ നിന്നിട്ട് കരകയറാൻ കഴിയില്ലെങ്കിലും നരകശിക്ഷ ഇളവ് ചെയ്യിക്കാൻ നബി തങ്ങളുടെ ഷഫാഅത്തിന് സാധിക്കും എന്ന് ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത സംഭവമുണ്ട്. അബൂലഹബ് ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ കണ്ടു. വളരെ മോശമായ നരകത്തിലുള്ള അവസ്ഥയിൽ സ്വപ്നത്തിൽ കണ്ടു. എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുക. രസനാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ. എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ നിങ്ങൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഒരു നന്മയും എത്തിച്ചിട്ടില്ല. പക്ഷേ ആകെ എനിക്ക് കിട്ടുന്ന ഒരു ഗുണം, തിങ്കളാഴ്ച വരുമ്പോൾ എന്റെ ഈ വിരലിൽ നിന്നിട്ടും ചെറിയൊരു ധാര വരും. അതിലൂടെ എനിക്ക് നല്ല ശുദ്ധജലം കുടിക്കാൻ കിട്ടുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. അത് കാരണം നബി തങ്ങളുടെ ജനന വാർത്ത അറിഞ്ഞപ്പോൾ സുവൈബത്തുൽ അസ്ലമിയെ ഞാൻ മിത്ഖ് ചെയ്ത് മോചിപ്പിച്ചിരുന്നു. അത് കാരണം എല്ലാ തിങ്കളാഴ്ചയും ഈ ഒരു വിരലിലൂടെ എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് എന്ന് അത് ബുഖാരിയിലുള്ള. ഈ അടിസ്ഥാനത്തിൽ എത്ര കഠിന ശത്രുവായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില ഇളവുകളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഇതല്ലാത്ത മുഅ്മിനായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന ഷഫാഅത്ത് അത് മലക്കുകൾക്കും അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾക്കും നബിമാർക്കും പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ അപ്പോ അവനവന്റെ അമല് കൊണ്ട് ഷഫാഅത്ത് തവസ്സുൽ ചെയ്യണം. അത് നിർബന്ധമായതുകൊണ്ട് സുന്നത്തായതുകൊണ്ട്. ഒന്ന് ഈമാന്, അത് നിർബന്ധമായതാ. മറ്റു സ്വാലിഹ് അമലുകളെ കൊണ്ടിട്ട് തവസ്സുൽ ചെയ്യുന്ന ഫർളായതുകൊണ്ട് സുന്നത്തായതുകൊണ്ട്. സുന്നത്തായ അമല് കൊണ്ട് തവസ്സുലാക്കൽ സുന്നത്ത്, ഫർളായ അമല് കൊണ്ട് തവസ്സുലാക്കൽ ഫർള്. ഇങ്ങനെ രണ്ട് തവസ്സുല് ഒരാൾക്കും തർക്കില്ല. അതിന്റെ പുറമെയാണ് മൂന്നാമത്തതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ടിട്ട് അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ മഹാന്മാരായ ആളുകളുടെ ദുആ കൊണ്ടിട്ട് വസീലക്കാം എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് ദുആർക്കാൻ പറയാന്ന്. ഇതിന്റെ ശരിക്കുള്ള പ്രയോഗമാണ് ഇസ്തിഗാസ. ഇതിന്റെ ശരിക്കുള്ള പേരാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മലായികത്തിനോടോ ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകളോടോ സ്വാലിഹീങ്ങളായ ഔലിയാക്കൾ മഹാന്മാരോടോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുക. അതാണ് ഇസ്തിശ്ഫാ എന്നായിരുന്നു മുൻഗാമികൾ പറഞ്ഞിരുന്നത്. ആ പേര് പറയുകയാണെങ്കിൽ തെറ്റിദ്ധാരണക്ക് വഴിയില്ല. ഇസ്തിശ്ഫാ, ഷഫാഅത്ത് ചോദിക്കുക. ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം, അഥവാ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എനിക്ക് വേണ്ടി എന്റെ ഈ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ബദരീങ്ങളോട് പറയാം, അല്ലെങ്കിൽ അംബിയാ മുർസലീങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് പറയാം, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളോട് പറയാം. ഇതിന്റെ പേരാണ് രക്ഷിക്കണേ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അത്രേ അതിനർത്ഥമുള്ളൂ. ഒരു പടച്ചോനാണ് റബ്ബാണ് എന്നല്ല അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് ആവശ്യപ്പെടുക. ഇതെന്നാ അവരുടെ ജീവിതകാലത്ത് പറ്റുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ മൂപ്പര് പറയുന്നത് ജീവിതകാലത്തെ പറ്റൂ, മരിച്ചതിന് ശേഷം പറ്റൂല. ജീവിതകാലത്ത് പറ്റുന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ ഏത് കാര്യം ഹലാലായ ഏത് കാര്യം ദുനിയാവിലെ ആഖിറത്തിലെ കാര്യം സാധിക്കാൻ വേണ്ടി മഹാന്മാരോട് ദുആ ചെയ്യാൻ പറയാം, അതിൽ തർക്കമൊന്നുമില്ല. മരിച്ചതിന് ശേഷം പറ്റൂല, അത് പറ്റൂല. ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു? പൂർവികരായ ഇമാമുകൾ എന്ത് പറയുന്നു?
അത് നോക്കി ആ വിഷയം കഴിഞ്ഞല്ലോ. മൂപ്പരടുത്ത് തന്നെയാണ് തുടങ്ങുക. എളുപ്പതാണ്. ഇത് ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ മൂപ്പര നേരെ ശിഷ്യനാണ്. ആള് ഷാഫി മദ്ഹബുകാരനായിട്ട് പോലും ഉസ്താദിനോടുള്ള പ്രത്യേകമായ ബഹുമാനാദരവ് കൊണ്ട് മൂന്നും ഒറ്റടിക്ക് ചെല്ലിയാൽ തലാഖ് ഒന്നേ പോകുള്ളൂ എന്ന് പറഞ്ഞ 4 മദ്ഹബിന്റെയും പണ്ഡിതന്മാർ ഐക്യകണ്ഠേനെ പറഞ്ഞതിനെ ഖണ്ഡിച്ച് പറഞ്ഞ ഉസ്താദിന്റെ കൗലിനെ ശരിവെച്ച അത്രയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളാണ് ഇബ്നു കസീർ. ആള് ഷാഫിയാണ്. പക്ഷേ ഷാഫിയും ഹനഫിയും ഒന്നും മൂപ്പർക്ക് പ്രശ്നമില്ല. ഷെയ്ഖുന എന്ത് പറയുന്നു അതാ മൂപ്പരെടുക്കൽ ദീന്. അങ്ങനെ മൂപ്പര് ഷെയ്ഖുന എന്താ പറയും, ഷെയ്ഖുന മാത്രമല്ല അളിയാനും കൂടിയാ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇബ്നു കസീറിന്റെ പെങ്ങളെ ഇയാള് കല്യാണം കഴിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അളിയാന ബന്ധമുണ്ട്. അതിന്റെ പുറമെ ശിഷ്യനുമാണ്. മൂപ്പര് പറയാ, അതുകൊണ്ട് എളുപ്പമുണ്ടാവും പറയാന്. വമാ അർസൽനാ ബിർറസൂലിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പ്രസിദ്ധമായ ആയത്താണ് സൂറത്തുൻ നിസാ 64. എല്ലാവർക്കും അറിയുന്ന ആയത്താ. എന്താ? വലൗ അന്നഹും ളലമൂ അൻഫുസഹും, അവരാരെങ്കിലും സ്വശരീരത്തോട് തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കലാവുന്ന അനീതി ചെയ്തു, അങ്ങനെ ഫസ്തഗ്ഫറുല്ലാഹ് ജാഊക, അങ്ങയെ അവർ സമീപിക്കുകയും വസ്തഗ്ഫറുല്ലാഹ, അള്ളാഹുവിനോട് അവർ ആത്മാർത്ഥമായി പൊറുക്കൽ തേടുകയും ചെയ്തു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, വാവിട്ടിട്ടാ പറഞ്ഞല്ലോ, മനസ്സിലാക്കിയാൽ മതി. സുമ്മട്ടിട്ടല്ല, വാവിട്ടിട്ട് പറഞ്ഞാൽ അതിന് തെർത്തീബ് ബാധകല്ലാന്ന. ശേഷമെന്നോ മുമ്പെന്നോ ഉടനേന്നോ പിന്നേന്നോ ഒന്നും അതിനർത്ഥം കിട്ടൂല. നബിതങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്തു. മുമ്പ് അഡ്വാൻസ് ആയിട്ട് തേടി വെച്ചാലും വേണ്ടിയില്ല, പിന്നീട് തേടിയാലും വേണ്ടിയില്ല, ഇപ്പോൾ തേടിയാലും വേണ്ടിയില്ല. വാവ് കൊണ്ട് അള്ളാഹ് പറയണത് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, തെറ്റ് സമ്മതിച്ച് നബിതങ്ങളെ സമീപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ വജദുല്ലാഹ തവ്വാബർ റഹീമ, അധികമായി തൗബ സ്വീകരിക്കുന്നവരും അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നതിനായി അള്ളാഹുവിനെ അവർ എത്തിക്കുക തന്നെ ചെയ്യും. ലവജദുല്ലാഹ, എത്തിക്കുക തന്നെ ചെയ്യും. ഈ ആയത്ത് ഇത് എപ്പോ ഇവര് പറയലുണ്ട്, ഒരു മുനാഫിക്കായ മനുഷ്യന് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഒരു യഹൂദിയും, അങ്ങനെ യഹൂദി നബിന്റെ അടുത്തേക്ക് പോകുക പറഞ്ഞു. അപ്പൊ മുനാഫിക്ക് പറഞ്ഞു അത് വേണ്ട, നമ്മള് കാബിൻ അഷ്റഫിന്റെ അടുക്ക് പോകുക പറഞ്ഞു. കാബിൻ അഷ്റഫ് യഹൂദിയാണ്, അവിടെ പോകുക പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് നിർബന്ധപൂർവ്വം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചിട്ട് അദ്ദേഹം അത് തൃപ്തിപ്പെട്ടില്ല. എന്നിട്ട് പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് പോയി. ഇയാള് പറഞ്ഞിട്ട് തന്നെ, അങ്ങനെ യഹൂദി എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് മുഹമ്മദിന്റെ അടുത്ത് നിന്നാ വരുന്നത്, ഞങ്ങൾ തമ്മിലൊരു കേസുണ്ട്, കേസിൽ ഞാൻ മുഹമ്മദിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് മടിയാണ്. അങ്ങനെ ഇയാള് കൂട്ടി നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോയി. പക്ഷേ മുഹമ്മദ് ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞിട്ട് ഇയാൾക്കത് തൃപ്തിയായിട്ടില്ല, നിങ്ങൾ തീരുമാനിച്ചാലേ തൃപ്തിയാവുള്ളൂ എന്നാ പറയുന്നത്. പോയി പറഞ്ഞ യഹൂദിയ കേസ് തരണം, അതുകൊണ്ടാണ് മുഹമ്മദ് അറിയണേ, ഇയാളാ പറഞ്ഞേ. അപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു ഇവനോട്, എങ്ങനെയാ വെച്ചു? ഓ അങ്ങനെ അറിഞ്ഞു, അന്ന് ഞാൻ വിധി പറഞ്ഞാൽ അവിടെ കയറി ഒത്തു കയറി പോയിട്ട് വാളെടുത്ത് കൊണ്ടുവന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഒറ്റ വട്ട. പിന്നെ രണ്ടാമത്തെ വർത്താനില്ല. ഇങ്ങനെ ഞാൻ വിധിക്കാം. ബിമൻ ലാ യർളാ ബിഖളാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം തൃപ്തിപ്പെടാത്തവന് പിന്നെതാ പണി. ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടിറങ്ങി അങ്ങനെ ഏതോ ഒരു മുനാഫിക്കിനെ ഖുർആൻ ഏതായത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പാശ്ചാത്തലം ഉണ്ടാവൂ എന്ന് വെച്ചിട്ട് അതോടുകൂടി അത് കഴിഞ്ഞ് വേറെ ആർക്കും അത് ബാധകല്ലാന്ന് തന്നെ ഖുർആൻ അന്നാന്ന് ഇറങ്ങണ്ടേ. ഖുർആൻ 30 ജുസും ഇറങ്ങാൻ ഓരോ കാരണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഖുർആന്റെ പ്രത്യേകതയും. മറ്റേ തൗറാത്തും ഇഞ്ചീലും ഇറക്കിയൊക്കെ ഒന്നിച്ചിറക്കാതെ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം ഇറക്കിയത് ആ സന്ദർഭത്തിൽപ്പെട്ട സംഗതി ഈ പെടുന്നുറപ്പ്. പക്ഷെ അതിനെ ബാധകാവൂന്ന് ആരും പറഞ്ഞിട്ടില്ല ലോകത്ത്. അപ്പൊ അങ്ങനെ ചില വിവരമില്ലാത്ത സാധുക്കൾ പറയാറുണ്ട് അത് അങ്ങനെ ഒരു സംഭവത്തിലിറങ്ങി. എങ്ങനെ സംഭവത്തിലിറങ്ങി? അങ്ങക്ക് എന്താ? ഖുർആൻ ആയത്ത് ഇന്നും നിലവിലുണ്ടോ? ഉണ്ട്. ഇന്ന് അതിന്റെ വിധിയുണ്ട്. ആ വിധി എന്ത് നമ്മൾ പറയല, ഞാൻ ഇയാൾ പറയട്ടെ. വലോ അന്നഹും ഇളമു അൽ ആയ, ഈ ആയത്ത് മുഴുവൻ ഞാൻ ഓതിക്കോന്ന ആയത്ത് എന്നറിഞ്ഞ് യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുന്നു, മാർഗദർശനം ചെയ്യുന്നു, വഴി കാണിക്കുന്നു.
അൽ ഉസാത വൽ മുദ്നിബീൻ, തെറ്റ് കുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഏത് തെറ്റുകുറ്റം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മൊത്തം പറയുന്നത്. അൽ ഉസാത വൽ മുദ്നിബീൻ, തെറ്റ് കുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വഴി കാണിക്കുന്നു. ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ വൽ ഇസ്യാൻ, തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നിട്ട് സംഭവിച്ചാൽ അയ്യത്തു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കണം. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, തിരുനബി തങ്ങളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടണം. വയസ്അലൂഹു, നബിയോട് അവർ ചോദിക്കണം. അയ്യഗ്ഫിറ ലഹും, അള്ളാഹുവിനോട് ചോദിക്കണം അവർ നബി തങ്ങൾ പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ടും. അങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ചോദിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, ഇവർ ചെയ്യേണ്ട കാര്യം അത്രയേ ഉള്ളൂ. അത് ചെയ്താൽ, തെറ്റ് ചെയ്തിട്ട് കുറ്റം സമ്മതിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ താബല്ലാഹു അലൈഹിം, അള്ളാഹു അവർക്ക് തൗബ സ്വീകരിക്കും. വറഹിമഹും, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും. വഗഫറ ലഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുകയും ചെയ്യും. വഇദാ ഖാലു ഖാലത്, അള്ളാഹു പറഞ്ഞില്ല വജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞതാ. വഖദ് ദക്കറ, എന്നിട്ട് പറയാ അതിന്റെ ബാക്കി, അത് നബിന്റെ കാലത്തല്ലേ മൗലിയാരെ എന്ന് ചോദിക്കണ്ട എന്ന് വെച്ചിട്ട് അവിടെ തന്നെ ബാക്കി പറയണേ. വഖദ് ദക്കറ ജമാഅത്തുൻ, ഒരു സംഘം ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. മിൻഹും, ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് അശ്ശൈഖ് അബൂ മൻസൂർ സബ്ബാഗ്, ഷെയ്ഖ് അബൂ മൻസൂർ സബ്ബാഗ് ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ഇമാമിങ്ങൾ പറയുന്നു. താൻ പറഞ്ഞ ഇവിടെ ഫീ കിതാബി അശ്ശാമിൽ, തന്റെ അശ്ശാമിൽ എന്ന കിതാബിൽ മഹാനായ അബൂ മൻസൂർ സബ്ബാഗ് പറയാണ്, അൽ ഹിക്കായത്തുൽ മഷ്ഹൂറത അനിൽ അതബി, മുസ്ലിം ലോകത്ത് തന്നെ സുപ്രസിദ്ധമായ ഒരു സംഭവം. എന്താണത്? അത്തബിയിൽ നിന്നും തിരിക്കുന്നു. കാല അത്തബി പറയാ, കുന്തു ജാലിസൻ ഇൻദ ഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികെ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ, ഒരു അഅറാബിയായിരിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ അവിടെ വന്നു. കാഫിറല്ല, മുഅ്മിൻ തന്നെ, പക്ഷെ ആൾ അഅറാബിയാണെന്നുള്ളൂ. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാം പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് പറയാം, സമഅത്തുല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് ആയത്ത് അല്ലാഹ് പറയുന്നുണ്ടല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. വഖദ് ജിതുക, നബിയെ ഞാൻ തങ്ങളെ സമീപിച്ചിരിക്കുന്നത് മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ ദോഷം പൊറുക്കലിനെ തേടിക്കൊണ്ടാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടാണ് ഞാൻ വന്നത്. മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് നബിയെ തങ്ങളോട് ഷഫാത്ത് ചോദിച്ചുകൊണ്ട്, ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് നബിയെ തങ്ങൾ എനിക്ക് ഷഫാത്ത് ചെയ്യണം എന്ന് ഷഫാത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് സുമാൻ ഷേഖൂൽ പിന്നെ അദ്ദേഹം പാടാൻ തുടങ്ങി. പൊതുവെ ബതുക്കളൊക്കെ അല്ല പാട്ടുകാരാ. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമുഹു فطاب من طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഇത് വലിയൊരു ഭാഗം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ഞാൻ കുറച്ച് സാമ്പിളുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിടത്തിനെ സംബന്ധിച്ച് വർണ്ണിച്ചുകൊണ്ട് പറയാ, എന്റെ ശരീരം തന്നെ എന്താണ് ഞാൻ ഫിദിയാക്കുന്നു അങ്ങയുടെ ഖബറിലേക്ക്. എന്താ ഖബർ? ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വഫീഹിൽ കറമു, ദാനവും ഔദാര്യവും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നും ഞങ്ങൾക്ക് ആ ദാനവും അവിടുത്തെ ഔദാര്യവും പ്രതീക്ഷിക്കാം, അതുകൊണ്ട് വന്നീക്കാം അവിടെ എന്ന് പറഞ്ഞു. സുമ്മൻ സർഫൽ അറാബിയു, അതും പറഞ്ഞ അയാൾ പോയി. ഫഗലബത്തിനി ഐനി, പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്നു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗമി, ഞാൻ സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഫഖാല, നബി തങ്ങൾ പറയാ, യാ അതബി ഇൽഹഖിൽ അറാബിയ വശർഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അറാബിയുടെ അരികെ പോയി അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ. ഇവർക്ക് പിന്നെ ഒരു സ്വപ്നാഥൻ, എന്നോട് ഇന്നും ചോദിക്കേണ്ട, ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇബ്നു കസീർ പറഞ്ഞതാണ്. ഇബ്നു കസീർ പറഞ്ഞത് തന്നെ മൂപ്പര വകയിലല്ല, ഇമാം അബൂ മൻസൂർ സബ്ബാഗിന്റെ പ്രസിദ്ധമായ അശാമിലിനെ ഉദ്ധരിച്ചതാണ്. അതിൽ മാത്രമല്ല ഒരുപാട് കിതാബുകളിലുണ്ട്. ഒന്ന്, അയാളെങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയതായിക്കൂടാ, ഉണ്ടോ? അങ്ങനെ പറയണ്ട, നോക്കന്നെ
തഫ്സീർ എടുത്താൽ അതിന് തന്നെ പണി ഉണ്ടാവുള്ളൂ. കുറെ തഫ്സീർ ഒരു 3 പറയാം, ബാക്കിയുള്ള പിന്നെ